Okay, listen here. Our last class we discussing in the changing weather. We have studied about the change in weather. Okay, changing weather. നമ്മൾ കുറച്ച് പറഞ്ഞതാണല്ലേ, ഏകദേശം കുറച്ച് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ദെൻ ഒന്നുകൂടെ അതുകൂടെ പറഞ്ഞിട്ട് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ലിസൺ. On a cold day, you enjoy sitting outside in the sun. On a hot day, we do not like to go out in the sun. Sometimes it rains heavily and sometimes there is sunshine. These are all weather changes. Weather is the condition of the atmosphere around us at a particular time in terms of temperature, atmospheric pressure, wind and moisture. It may be hot, cold, windy and cloudy, dry or humid. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ, നല്ല ചൂടുള്ള ദിവസം നമ്മൾ പുറത്തു പോകാനും ഇഷ്ടപ്പെടാറില്ല. നല്ല തണുപ്പുള്ള ദിവസം നമ്മൾ പുറത്ത് സൂര്യന്റെ പ്രകാശം കൊള്ളാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. Then atmosphere is the weather is the condition of atmosphere in a particular time in terms of temperature, atmospheric pressure and wind and moisture. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചില സമയത്തുള്ള താപനിലയിലും അന്തരീക്ഷ മർദ്ദത്തിലും കാറ്റിലും ഈർപ്പത്തിലും ഒക്കെ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് എന്ത് പറയാ? വെദർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ ബി ഹോട്ട്, കോൾഡ്, വിൻഡി, ക്ലൗഡി, ഡ്രൈ ഓർ ഹ്യൂമിഡ്. ചിലപ്പോൾ ചൂടുള്ളതായിരിക്കാം, തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കാം, നല്ല മഴയുള്ളതായിരിക്കാം. അങ്ങനെ കാലാവസ്ഥയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് വാട്ട് കോസസ് ദീസ് വെദർ ചേഞ്ചസ്? ഈ കാലാവസ്ഥ ചേഞ്ചിന് കാരണം എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ദ ഹീറ്റ് ഓഫ് ദ സൺ അഫക്ട് ദ മൂവ്മെന്റ് ഓഫ് എയർ ആൻഡ് ചേഞ്ചസ് ദ ഫോം ഓഫ് വാട്ടർ. എന്താണ്? സൂര്യന്റെ ചൂട് എന്തിലൊക്കെ കാരണമാകുന്നു? ദ മൂവ്മെന്റ് ഓഫ് എയർ ആൻഡ് ചേഞ്ചസ് ദ ഫോം ഓഫ് വാട്ടർ. കാറ്റിന്റെ മൂവ്മെന്റിനെയും വെള്ളത്തിന്റെ ഫോമിലും ചേഞ്ച് വരുത്തുന്നു. ഈ ചേഞ്ച് ആണ് എന്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്? കാലാവസ്ഥ മാറ്റം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അത്രയും പോർഷൻ ഒന്ന് വായിച്ചേ മോളെ അൽന, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അത്രയും. Lesson 3, the changing weather. On a cold day, you enjoying sitting outside in the sun. On a hot day, we do not like to go out in the sun. Sometimes it rains heavily and sometimes there is sunshine. These are all weather changes. Weather is the condition of the atmosphere around us at a particular time in terms of temperature, atmospheric pressure, wind and moisture. It may be hot, cold, windy, cloudy, dry and humid. What causes these weather changes? The heat of the sun affects the movement of air, changes the form of water, which bring about a change in the weather. Okay, അത്രയും നമ്മൾ പറഞ്ഞതാണ്. Then we know that the earth spins on its axis. We also discuss about it. The earth spins on its axis. ഭൂമി കറങ്ങുന്നത് എവിടെയാണ്? അതിന്റെ ആക്സിസിലാണ് അല്ലേ, അതിന്റെ അച്ചുതണ്ടിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് റൊട്ടേഷൻ കോസസ് ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഭൂമി അങ്ങനെ എപ്പോഴും അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? രാവും പകലും ഉണ്ടാകുന്നത് അല്ലേ, ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. And the part of the earth which faces the sun has day and the part of which is away from the sun has night. ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന, സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഭൂമിയുടെ ഭാഗം എന്താണ്? പകലാണ് എന്ന് പറയുന്നു. ദെൻ സണ്ണിൽ നിന്ന് ദൂരെയുള്ള ഭാഗത്തിനെ നമ്മൾ രാത്രി എന്നും പറയുന്നു. സോ ആൻഡ് ദ ആക്സിസ് ഓഫ് ദ എർത്ത് ഹാസ് ടിൽറ്റഡ്. എന്താണ്? നമ്മുടെ ആക്സിസിന് ഒരു ചെറിയ ചെരിവുണ്ട് അല്ലെ, ചെരിഞ്ഞിട്ടാണ് എന്ത്? ഭൂമിയുടെ അച്ചുതണ്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിലുള്ള ഭൂമിയും എന്താണ്? ചെരിഞ്ഞിട്ടാണ് കറങ്ങുന്നത് അല്ലേ. സോ ഏറ്റവും ക്ലോസ് ആയിട്ട് സണ്ണിനോട് നിൽക്കുന്ന ഭാഗം നമുക്ക് നോക്കാം. 1/2 ഓഫ് ദ എർത്ത് ഈസ് ക്ലോസർ ദാൻ ദ സൺ ആൻഡ് ദ അതർ ഹാഫ് ഈസ് അവേ ഫ്രം ദ സൺ. എന്താണ്? ഒരു ഭാഗം സൂര്യനോട് വളരെ അടുത്തിട്ടും മറ്റേ ഭാഗം എന്താണ്? ദൂരെയും ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. സോ
The places closer to the sun have warmer and longer days. The places away from the sun has colder and shorter days. എന്താണ്? The places closer to the sun have warmer and longer days. സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് എന്താണ്? കുറേ നാള് വളരെ ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? സൂര്യനോട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളിൽ കൂടുതലായിട്ടും ചൂടുള്ള ഏരിയ ആണത് അല്ലേ? സൂര്യനോട് എന്താണ്? സൂര്യൻ ചൂടാണല്ലേ നമുക്കറിയാം. സൂര്യനോട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് എന്താണ്? ലോങ് ഡേയ്സിൽ വളരെ ചൂട് ഫീൽ ചെയ്യും. സോ ദ പ്ലേസസ് എവേ ഫ്രം ദ സൺ ഹാവ് കോളേർഡ് ആൻഡ് ഷോർട്ടർ ഡേയ്സ്. സൂര്യനോട് കുറെ ദൂരെ നിൽക്കുന്ന ഭാഗം കുറച്ചു കാലം എന്താണ്? തണുപ്പുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഭാഗം ചൂടായിരിക്കും, അകന്ന് നിൽക്കുന്ന ഭാഗം എന്തായിരിക്കും? തണുപ്പായിരിക്കും. ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത്, ഭൂമിയോട് എങ്ങനെ നിൽക്കുന്ന ഭാഗം, ഭൂമിയുടെ ഈ മൂവ്മെന്റ്, സൂര്യന്റെ ചുറ്റുമുള്ള ഭൂമിയുടെ ഈ മൂവ്മെന്റിനെയാണ് എന്ത് പറയാ? റവല്യൂഷൻ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ഡയറക്റ്റ് ആൻഡ് സ്ലാൻഡിങ് സൺലൈറ്റ് ആണ് പറയേണ്ടത്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വി നോ ദാറ്റ് ദ എർത്ത് ഹാസ് ഇറ്റ് സ്പൈൻസ് ഓൺ ഇറ്റ്സ് ആക്സിസ്. എപ്പോഴും ഭൂമി കറങ്ങുന്നത് അതിന്റെ അച്ചുതണ്ടിലാണ്. സോ ദിസ് റൊട്ടേഷൻ കോസസ് ദ ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ഉണ്ടാക്കുന്നത് എന്താണ്? ഈ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ആൻഡ് the part of the earth which faces the sun has day and the part which is away from the sun has night. സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഭാഗം എന്താണ്? പകലാണ്. സൂര്യനിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഭാഗം രാത്രി എന്നും പറയപ്പെടുന്നു. സോ due to the tilted axis, one half of the earth is closer to the sun and the other half is away from the sun. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം എന്താണ്? സൂര്യനോട് അടുത്ത് നിൽക്കുന്നു, മറ്റേതെന്താണ്? സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. സെറയുടെ ടെക്സ്റ്റിലാണല്ലേ പോർഷൻസ് ഇല്ലാത്തത് അല്ലേ? ഓക്കെ, ദെൻ അബ്ദുൾ ബാസിത്ത് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, വി നോ ദാറ്റ് ദ എർത്ത് സ്പിൻസ്. ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. ഇപ്പൊ അലിന് വായിച്ചതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗം. Yes. We know that the earth spins on its axis. This rotation consists formation of the day and night part of the earth which face the sun has day, and the part which is away from the sun as night. The axis of the earth is tilted due to the tilted axis. Half of the earth is closer to the sun and the other half is away from the sun. Then next paragraph. The place close to the sun have warmer and longer away from the sun have cloud and short days. The movement of the earth around the sun is called revolution. Okay. Revolution. Then Pedrin, വായിച്ച പാരഗ്രാഫ്. യെസ്, ഉച്ചത്തിൽ വായിക്കണേ. We know that the earth spins on its axis
this around പെട്ടെന്ന് of day and night, the part of the earth which face the sun has day, and the part which is or as away from the sun has night. The axis of the earth is the ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? എർത്തിന്റെ ആക്സിസിലുള്ള റൗണ്ടിനെ കുറിച്ചും then the places closer to the sun have warmer and longer days. The places away from the sun have colder and shorter days. The movement of the earth around the sun is called revolution. So what is revolution എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? The movement of the earth around the sun is called revolution. അതായത് ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കത്തിനെയാണ് എന്ത് പറയാ? ചലനത്തിനെയാണ് എന്ത് പറയാറ്? റവല്യൂഷൻ എന്ന് പറയാ. അബ്ദുൾ ബാസിത്ത് വീഡിയോ ഓൺ ചെയ്തേ. then revolution causes formation of seasons. നോക്ക, അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് നെക്സ്റ്റ് പേജിൽ. എന്താണ്? സൺ ഉണ്ട്, എർത്ത് ഉണ്ട്, അതിന്റെ ആക്സിസും അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. the places closer to the sun have warmer and longer days. അതായത് സൂര്യന്റെ ചൂട് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ട് അല്ലേ? അതായത് ഒരു വശം ചെരിഞ്ഞിട്ടാണ് അതുള്ളത് അല്ലേ? ഒരു ഭാഗം എന്തുണ്ട്? സൂര്യനോട് ക്ലോസർ ആണ്, മറുഭാഗം സൂര്യനോട് എവേയുമാണ്. സോ അതിൽ ക്ലോസർ ആയിട്ടുള്ള ഭാഗത്ത് എന്ത് ചെയ്യും? വാർമർ ആൻഡ് ലോങ്ങർ ഡേയ്സ്, കൂടുതൽ കാലവും ഭയങ്കര ചൂടുള്ള സമയമായിരിക്കും അല്ലേ? സോ then direct and slanting sunlight, സൂര്യപ്രകാശത്തിനെ കുറിച്ചാണ് പറയുന്നത്. we know the sun have the sunlight, സൂര്യന് എന്തുണ്ട്? സൂര്യപ്രകാശമുണ്ട്. സോ അതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. sunlight. when the sun is overhead at noon, sunlight falls on the earth directly, thus it heats up the earth and makes you feel hot. in the morning and evening, the sun's rays are slanting, one does not feel so hot then. എന്താണ്? ഡയറക്റ്റ് സൺലൈറ്റ് ആൻഡ് സ്ലാൻഡിങ് സൺലൈറ്റ് അല്ലേ? സൂര്യപ്രകാശം രണ്ട് തരത്തിൽ നമ്മുടെ ദേഹത്തേക്ക് വരുന്നുണ്ട് അല്ലേ? ഏത് സമയത്താണ് കൂടുതൽ സൂര്യപ്രകാശം വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഏത് സമയത്താണ് കൂടുതൽ സൺലൈറ്റ് ഉണ്ടാവുക? അറിയാമോ? എപ്പോഴാണ് കൂടുതൽ സൺലൈറ്റ് ഉണ്ടാവുക? എപ്പോഴാണ് അശ്വിൻ? ഉച്ചയ്ക്കാണ് അല്ലേ? സോ അറിയാം, ഉച്ചയ്ക്കാണ് നമുക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യാറല്ലേ? എപ്പോഴും നല്ല വെയിൽ ഉണ്ടാവുകയും നല്ല ചൂട് ഉണ്ടാവുകയും ചെയ്യുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്. we know that when the sun is overhead at noon, ഉച്ചയ്ക്ക് നമ്മൾ സ്കൈയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യനെ എവിടെയാണ് കാണാൻ പറ്റുക? ഉച്ചയ്ക്ക് സൂര്യൻ എവിടെയാണ് ഉണ്ടാവുക? എവിടെയാണ് ഉണ്ടാവുക സെറ? നമ്മൾ ആഫ്റ്റർനൂണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് സണ്ണിനെ കാണാൻ പറ്റുക? എവിടെയാണ്? നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുകയാണ്, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലാണോ പുറകിലാണോ മുകളിലാണോ എവിടെയാണ് ഉണ്ടാവുക സൂര്യൻ? നേരെ മുമ്പില്, നേരെ മുകളിലാണ് അല്ലേ? എവിടെയാണ്? നമ്മുടെ തലയുടെ നേരെ മുകളിലാണ് ഉണ്ടാവുക, ഓവർ ഹെഡ് അല്ലേ? നമ്മൾ ഉച്ചയ്ക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റില്ല, ബിക്കോസ് അത്രയും സൺലൈറ്റ് വരുന്നത് കൊണ്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ മുമ്പിലോ പുറകിലോ ഒന്നുമല്ല സൂര്യനെ കാണാറ്, നമ്മുടെ തലയുടെ നേരെ മുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. സോ when the sun is overhead at noon, sunlight falls on the earth directly. നേരെ നമ്മുടെ തലയുടെ മുകളിൽ സൂര്യൻ ഉണ്ടാവുമ്പോൾ എന്താണ്? സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വരും അല്ലേ?
കൂടുതൽ ചൂടുണ്ടാവുന്നത് ഉച്ചയ്ക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് സൂര്യൻ ഉച്ചയ്ക്ക് നമ്മുടെ നേരെ തലയുടെ മുകളിലായിരിക്കും. എർത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ എന്ത് വരും? സൺലൈറ്റ് വരും അല്ലേ? നേരെ മുകളിൽ ഉണ്ടാവുമ്പോ നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നേരെ മുകളിലാണ് സൂര്യൻ. അതിന്റെ വെളിച്ചം അല്ലെങ്കിൽ അതിന്റെ സൺലൈറ്റ് നേരെ താഴേക്ക് വരുമ്പോ ഡയറക്റ്റ് ആയിട്ട് അത് എർത്തില് പതിക്കും അല്ലേ? എർത്തിലേക്ക് അത് ഡയറക്റ്റ് ആയിട്ട് വരില്ലേ? ഇപ്പൊ സൈഡിൽ നിന്നോ മുമ്പിൽ നിന്നോ ഒക്കെ ആണെങ്കിൽ എന്താണ്? കുറച്ച് സ്ലാൻഡിങ് ആയിട്ടാണ് വരിക, കുറച്ച് ചെരിഞ്ഞിട്ടാണ് വരിക അല്ലെ? ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇവിടെ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് സൺലൈറ്റ് താഴേക്ക് വരുമ്പോ എന്താണ്? ചരിഞ്ഞാണ് വരിക അല്ലെ? നേരെ വരുമോ? നേരെ വന്നാൽ അത് എർത്തില് പതിക്കുവോ? നോ. നേരെ നമ്മുടെ തലയുടെ മുകളിലാണെങ്കിലാണ് അത് നേരെ എങ്ങോട്ട് വരിക? ഭൂമിയിലേക്ക് വരിക. സോ അതുകൊണ്ടാണ് വി ഫീൽ വെരി ഹോട്ട് ഓൺ ആഫ്റ്റർനൂൺ. നമുക്ക് ഉച്ചയ്ക്ക് വളരെ ചൂടുള്ളതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് സൂര്യൻ നമ്മുടെ നേരെ തലയുടെ മുകളിലാണ്. സോ അപ്പൊ എന്താണ്? വല്ലാത്ത ചൂട് നമുക്ക് ഫീൽ ചെയ്യും. സോ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമുക്ക് ഉച്ചയ്ക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്യാറ്. പക്ഷെ രാവിലെയും വൈകുന്നേരവും സൂര്യൻ എവിടെയായിരിക്കും? നമ്മുടെ സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും അല്ലെ? മുമ്പിലോ പുറകിലോ. രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനാണ്. സോ അത് ഡയറക്റ്റ് ആയിട്ട് എത്താറായിട്ടില്ല. എവിടെയാണ്? കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു വന്നിട്ട് ഉച്ചയോടുകൂടിയാണ് അത് മുകളിൽ നേരെ ഓവർ ഹെഡിൽ എത്തുക അല്ലെ? ദെൻ നൈറ്റ് ആവുമ്പോൾ അത് എങ്ങോട്ട് പോവും? പടിഞ്ഞാറ് ഭാഗത്തേക്ക്. അതിന് എന്ത് വേണം? സൺസെറ്റ് ഉണ്ട് അല്ലെ? അതിന് അസ്തമിക്കണം. സോ അത് ഏറ്റവും പുറകിലേക്ക് പോവും അല്ലെ? താഴെ പോവും അല്ലെ? സോ ഉച്ചയ്ക്ക് മാത്രമാണ് അത് ഡയറക്റ്റ് ആയിട്ട് മുകളിൽ ഉണ്ടാവുക. രാവിലെയും വൈകുന്നേരവും ഉള്ള സൺലൈറ്റ് എന്താണ്? സ്ലാൻഡിങ് ആയിട്ടാണ് ഭൂമിയിലേക്ക് വരിക, ചെരിഞ്ഞിട്ടാണ് വരിക. സോ അപ്പോ അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. നിഹാൽ ആൻഡ് റോസ് വീഡിയോ ഓൺ ചെയ്തേ. സോ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഭയങ്കര ചൂടും രാവിലെയും രാത്രിയും വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യാത്തത്. എന്തുകൊണ്ടാണ്? ഈ കാരണം കൊണ്ടാണ് അല്ലേ? ക്ലിയർ? അതായത് ഉച്ചയ്ക്ക് സൂര്യൻ നേരെ മുകളിലെത്തുമ്പോ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് താഴേക്ക് വരും. ദെൻ രാവിലെയും വൈകുന്നേരവും സൂര്യന്റെ പ്രകാശം ലൈറ്റ് എന്താണ്? സ്ലാൻഡിങ് ആയിട്ടാണ് വരിക. സോ one does not feel so hot in morning and evening, but we feel very hot in the afternoon. നമുക്ക് ആഫ്റ്റർനൂണിൽ വളരെ ചൂട് തോന്നുന്നത് ഇതുകൊണ്ടാണ്. ക്ലിയർ? ക്ലിയർ ആയോ? ദെൻ നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. നന്നായിട്ട് ആ പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതുവരെ എടുത്തത് മുഴുവൻ. അതായത് പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആൻഡ് സ്ലാൻഡിങ് സൺലൈറ്റ് വരെ എല്ലാവരും ഒന്ന് വായിച്ചേ. Then listen. Read, Muhammad Nihal. On a cold day, you enjoy sitting outside the sun in the sun. On a hot day, we do not like to go out in the sun. Sometimes rains heavily, and sometimes there is sunshine. These are all weather changes. Weather is the condition of the atmosphere around us at the particular time. In the terms of the temperature, atmospheric pressure, wind, and moisture, it may be hot, cold, windy, cloudy, dry, and humid. What causes these weather changes? The heat of the sun affects the movement of air and changes the form of water. It brings about the change in the weather. Okay. We know. Okay, enough. Then Kripa, read next paragraph. What causes these weather changes? The heat of the sun affects the movement of air and changes the form of water, which bring about
about a change in the weather. We know that the Earth spins on its axis. This rotation causes formation of day and night. The part of the Earth which faces the sun has day, and the part which is away from the sun has night. The axis of the Earth is tilted due to the tilted axis. One half of the Earth is closer to the sun and the other half is away from the sun. Okay, The enough. places Okay, enough, Kripa. Then Alna. The places closer to the sun have warmer and longer days. The places away from the sun have colder and shorter days. The movement of the earth around the sun is called revolution. Revolution Okay. causes formation of seasons. Okay, Direct enough. and slow. Enough, Mole. Then Seba. Next paragraph. Direct and slanting sunlight. Right, direct and sunlight. When the sun is overhead at noon, sunlight falls on the earth directly. This is heat up the earth and makes you feel hot. In the morning, have and evenly the sun's rays and slanting on does not feel so hot then. Okay, enough. അപ്പോൾ അത് മുഴുവൻ വായിച്ചു നോക്കിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നോ ഉണ്ടെങ്കിൽ പറയാ. എന്താണ്? ഇത് നന്നായി വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഒരു തവണയെങ്കിലും വായിക്കട്ടെ എന്ന് കരുതിയാണ് ഇപ്പൊ തന്നെ വായിക്കാൻ പറഞ്ഞത്. ദെൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ക്ലോസ് ചെയ്ത് വെച്ച് പോവാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് ഒരു 1-2 തവണ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് എന്താണ് അശ്വിൻ, എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഒന്നുമില്ല അല്ലേ? ഇവിടെ ഈ ഫെഡറിൻ